നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റംബുട്ടാൻ്റെ അപരൻ തേനിനേക്കാൾ മധുരം വന്നത് മലേഷ്യയിൽ നിന്ന്. ചുവന്നു തുടുത്ത് പുലാസൻ. വിദേശത്ത് നിന്ന് വിരുന്നെത്തി മലയാളത്തിൻ്റെ സ്വന്തമായി മാറിയ പുലാസന് കാഴ്ചയിൽ റംബുട്ടാനോട് ഏറെ സാമ്യമുണ്ട്. റംബുട്ടാൻ്റെ അടുത്ത ബന്ധുവാണ് സാപ്പിൻഡേസിയ എന്ന സോപ്പ്വെറി കുടുംബത്തിലെ പുലാസൻ പഴങ്ങൾ. ഉഷ്ണമേഖലാ പഴമാണിത്. റംബുട്ടാനുമായി അടുത്ത ബന്ധമുള്ളതും ചിലപ്പോൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമാണ്. എന്നാൽ റംബുട്ടാൻ, ലിച്ചി എന്നിവയേക്കാൾ അതിമധുരമുള്ളവയാണ് പുലാസൻ പഴങ്ങൾ. തേനിനേക്കാൾ മധുരം ഉണ്ടെന്നതാണ് ഈ പഴത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ. പുലാസ് എന്ന മലായി വാക്കിൽ നിന്നാണ് പുലാസൻ എന്ന പേര് ലഭിച്ചത്. ഇടത്തരം ഉയരത്തിൽ ശാഖകളും ഉപശാഖകളുമായി കാണപ്പെടുന്ന ഒരു നിത്യഹരിത സസ്യമാണിത്. തളിരിലകൾക്ക് മഞ്ഞ കലർന്ന പച്ച നിറം. പകൽ ചൂടും രാത്രി മഞ്ഞുമുള്ള ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇവയുടെ ശാഖാഗ്രങ്ങളിൽ കുലകളായി പൂക്കൾ വിടരുന്നത്. നേരിയതും അഗ്രം പരന്നതുമായ മുള്ളുകൾ ഉള്ള കായ്കൾ തുടക്കത്തിൽ പച്ച നിറത്തിലും വിളഞ്ഞ് പാകമാകുമ്പോൾ മഞ്ഞ നിറത്തിലും പഴുക്കുമ്പോൾ ചുവപ്പ് നിറത്തിലുമാകും. മാംസമുള്ള ഉൾഭാഗമാണ് ഭക്ഷ്യയോഗ്യമായത്. ബദാം പരിപ്പിൻ്റെ ആകൃതിയിലുള്ള വിത്ത് ചിലയിടങ്ങളിൽ വറുത്തും കഴിക്കാറുണ്ട്. നല്ല വളക്കൂറും നീർവാർച്ചയുമുള്ള ഏതുതരം മണ്ണിലും പുലാസൻ നന്നായി വളരും. നടാനായി ഗുണമേന്മയുള്ള തൈകൾ തിരഞ്ഞെടുക്കാം. വളർന്നു വികസിക്കുവാൻ റംബുട്ടാന് വേണ്ടി വരുന്നതിലും കുറവ് സ്ഥലം മതി എന്നതും മേന്മയാണ്. കാഴ്ചയ്ക്ക് മനോഹരമായ പുലാസൻ അലങ്കാര വൃക്ഷമായി തൊടിയിലും വീട്ടുവളപ്പിലും വളർത്താം. റംബുട്ടാനേക്കാൾ ഇരട്ടിയോളം കട്ടിയുള്ളതും പുറം നാരുകളുടെ വലിപ്പം കുറവുമാണ് പുലാസൻ പഴങ്ങളുടെ തൊലിക്ക്. ഉൾക്കാമ്പ് അനായാസം വിത്തിൽ നിന്ന് വേർപെടുത്താം. ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുമെന്നതിനാൽ ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. വിറ്റാമിൻ സിയുടെ സാന്നിധ്യമുള്ള പുലാസൻ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങളാലും സമ്പന്നമാണ്. ചർമ്മത്തെ മൃദുലമാക്കാനും മുടിയുടെ സംരക്ഷണവും പുലാസൻ്റെ എടുത്തു പറയേണ്ട ഗുണങ്ങളാണ്. പുലാസാൻ പൂവിടാനുള്ള പൊടിക്കൈ. രണ്ടാം തട്ട് തളിർ മൂത്തതിന് ശേഷമാണ് പുലാസനിൽ പൂങ്കുലകൾ ഉണ്ടാകുന്നത്. രണ്ടാം തട്ട് മൂപ്പത്തി പൂക്കൾ ഉണ്ടാകുന്നതിനായി സൾഫേറ്റ് ഓഫ് പൊട്ടാഷിൻ്റെ സ്പ്രേ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ നൽകാം. നവംബർ, ഡിസംബർ മാസങ്ങളിലെ തീവ്ര മഴ മൂലം പല സ്ഥലങ്ങളിലും പുതിയ രണ്ടാം തട്ട് ഇലയ്ക്ക് ശേഷം വീണ്ടും തളിർത്തിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് സ്പ്രേ 1 പ്രാവശ്യം കൂടി നൽകിയാൽ മതി. നന്നായി പൂവിടുന്നതിന് ഫിഷ് അമിനോ ആസിഡ് പ്രയോഗം ഫലപ്രദമാണെന്ന് വാണിജ്യ രീതിയിൽ വർഷങ്ങളായി റംബുട്ടാൻ കൃഷി ചെയ്യുന്നവർ പറയുന്നു. സൾഫേറ്റ് ഓഫ് പൊട്ടാഷിന് പിന്നാലെ ഇതും തളിക്കുന്നത് നന്ന്. 2 മരങ്ങളും ക്ലോറിനോട് സംവേദനക്ഷമത കാണിക്കുന്നതിനാൽ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വളങ്ങളോ വെള്ളമോ ഉപയോഗിക്കരുത്. ക്ലോറിൻ്റെ സാന്നിധ്യം ഇവയിൽ ഇലകരിച്ചിൽ ഉണ്ടാക്കും. സാധാരണയായി ജനുവരി മാസത്തിൽ മഞ്ഞുപോലെ വെളുത്ത ശൽക്ക കീടങ്ങളുടെ ആക്രമണം കാണാറുണ്ട്. ഇവയെ ചുമന്നുകൊണ്ടു പോകുന്നത് ഉറുമ്പുകളാണ്. ഉറുമ്പുകളെ നിയന്ത്രിച്ചാൽ ഇവയുടെ ശല്യം കുറയ്ക്കാം. വെർട്ടിസീലിയം ലാനിയിൽ പുതുതലമുറ നോൺ അയോണിക് അഡ്ജുവാൻറ്റ് ചേർത്ത് സ്പ്രേ ചെയ്യുന്നത് ഇവയുടെ നിയന്ത്രണത്തിന് സഹായകമാണ്. അധിക മഴ കാരണം മണ്ണിൻ്റെ കോപ്പറിൻ്റെ ലഭ്യത കുറയാം. ഇതും പരാഗണത്തെ ബാധിക്കും. കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന കുമിൾനാശിനി 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യുന്നത് ഇത് പരിഹരിക്കാൻ സഹായകമാണ്.